ഒ.ടി.ടിയുടെയും സോഷ്യൽ മീഡിയയുടെയും കാലത്ത് ഹോളിവുഡിൽ നിന്നല്ലാതെ തന്നെ ചില വിദേശ ചലച്ചിത്ര താരങ്ങളും ഇന്ത്യൻ സിനിമാ പ്രേമികളുടെയിൽ പ്രശസ്തരാണ്. അതിലൊന്ന് സൗത്ത് കൊറിയൻ നടനായ ലീ ഡോങ് സിയോക്കാണ്. ഡോൺ ലീ എന്ന പേരിലാണ് അദ്ദേഹം കൂടുതലും അറിയപ്പെടുന്നത്. കൊറിയൻ സിനിമയിലൂടെ മലയാളി സിനിമാ പ്രേക്ഷകർക്കിടയിലും അദ്ദേഹത്തിന് ആരാധകരുണ്ട്. തങ്ങളുടെ പ്രിയ നടനായ മോഹൻലാലുമായി ചില സാമ്യതകളും മലയാളികൾ ഡോൺ ലീയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ കൊറിയൻ ലാലേട്ടൻ എന്നൊരു വിളിപ്പേരും അദ്ദേഹം പോലും അറിയാതെ ഡോൺ ലീക്ക് ഇവിടെ ലഭിച്ചു. എമ്പുരാന്റെ പ്രീ റിലീസ് സമയത്ത് ഡോൺ ലീ ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് ഒരു പ്രചരണം നടന്നിരുന്നു. എന്നാൽ അത് സംഭവിച്ചില്ല. ഇപ്പോഴിതാ ഡോൺ ലീ ഇന്ത്യൻ സിനിമയിൽ തന്നെ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. കൊറിയൻ മാധ്യമങ്ങൾ തന്നെയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രവാസിനെ നായകനാക്കി സന്ദീപ് റെഡ്ഡി വാഗ സംവിധാനം ചെയ്യുന്ന സ്പിരിറ്റ് എന്ന ചിത്രത്തിലൂടെയായിരിക്കും ഡോൺ ലിയുടെ ഇന്ത്യൻ സിനിമ അരങ്ങേറ്റമെന്ന് പറയുകയാണ് കൊറിയൻ ഡ്രാമ എന്റർടൈൻമെന്റ് കൂട്ടായ്മ എക്സിൽ പോസ്റ്റ് ചെയ്തു. ഇത് ഇന്ത്യൻ പ്രേക്ഷകർക്കിടയിൽ വൈറലായി മാറുകയും ചെയ്തു. ബാഹുബലിയുടെ പ്രശസ്തനായ പ്രവാസിനെ നായകനാക്കി സന്ദീപ് റെഡ്ഡി വാഗ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ സ്പിരിറ്റ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഡാർക്ക് ജോണറിൽ ഒരുക്കുന്ന ഒരു ഡിറ്റക്റ്റീവ് ക്രൈം ഡ്രാമയാണിത്. പ്രവാസ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിനെതിരെ നിൽക്കുന്ന കഥാപാത്രമായിട്ടാണ് ഡോങ് ലി എത്തുന്നത്.